ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖാണോ കൂട്ടുകാരെ? സന്തോഷമാണോ നിങ്ങൾക്ക്? എന്തൊന്നും വേണ്ട, ആകെ ഒരു ചടഞ്ഞുകൂടിയിരിക്കണ്ടല്ലോ, മഴക്കാലകാരനാണ്. സുഖാണ്, സന്തോഷാണ് അല്ലേ? ഓക്കെ. ഇന്ന് നമ്മൾ ഏത് പാഠമാണ് എടുക്കാൻ പോകുന്നത്? ഏത് പാഠമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്? ലെസൺ 3, ദൈവനാമം ആരാധ്യനാമം. ദൈവനാമം ആരാധ്യനാമം, ഇതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വിഷയം, പഠിക്കാൻ പോകുന്ന വിഷയം. നമ്മൾ ഇപ്പോൾ ഈ ക്ലാസ്സുകളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന എന്താണ്, ഈ വർഷം നമുക്ക് പഠിക്കാനുള്ള ദൈവപ്രമാണങ്ങൾ 10 അല്ലെ? 10 കൽപ്പനകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അത് ഓരോന്നോരോന്നായിട്ട് പഠിക്കുകയാണ്. അപ്പൊ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്ന ദൈവപ്രമാണം ഏതാണ്? ഏത് പ്രമാണത്തെ കുറിച്ചാ? 2-ാം പ്രമാണം. യെസ്. എന്താണ് 2-ാം പ്രമാണം? ദൈവത്തിന്റെ തിരുനാമം വൃഥ പ്രയോഗിക്കരുത്. എന്താ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത്? ദൈവത്തിന്റെ തിരുനാമം വൃഥ പ്രയോഗിക്കരുത് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? ദൈവത്തിന്റെ തിരുനാമം വെറുതെ ഉപയോഗിക്കരുത്, അനാദരവായി ഉപയോഗിക്കരുത്, ശരിയാണ്. പിന്നെ ഭക്തിയില്ലാതെ ഉപയോഗിക്കരുത്, കറക്റ്റ്. ഭക്തിയില്ലാതെ ഉപയോഗിക്കരുത്. അപ്പൊ പിന്നെ എങ്ങനെ ഉപയോഗിക്കണം ദൈവ തിരുനാമം? എങ്ങനെ ഉപയോഗിക്കണം? ഭയഭക്തി ബഹുമാന ആദരവുകളോടെ വേണം ദൈവത്തിന്റെ തിരുനാമം പ്രയോഗിക്കാൻ. അതാണ് ഈ 2-ാമത്തെ കൽപ്പന. അതാണ് ഈ പാഠം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പാഠത്തിൽ നമ്മൾ അതാണ് കാണുന്നത്. 2-ാം പ്രമാണം നമ്മൾ ഈ പാഠത്തിൽ കാണുന്നത് അതാണ്. നമ്മൾ പഴയ നിയമത്തില് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പഴയ നിയമത്തില് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് അവിടെ നിന്ന് പറഞ്ഞു, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 6-ാം തിരുവചനത്തില് ആദ്യമായിട്ട് ദൈവം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതിനു മുമ്പ് മോശയ്ക്ക് ഇതുപോലെ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ദൈവത്തെ കണ്ടിട്ടില്ല, ഒന്നുമില്ല. ആദ്യത്തെ അനുഭവമാണ്. എങ്ങനെയാണ് കണ്ടതെന്ന് അറിഞ്ഞൂടെ നിങ്ങൾക്ക്? എങ്ങനെയാണ് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത്? കത്തുന്ന മുൾപ്പടർപ്പില്. ആ കത്തുന്ന മുൾപ്പടർപ്പില് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത്, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. തുടർന്ന് നമുക്ക് അങ്ങ് പോകുമ്പോൾ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ തന്നെ 13, 14 തിരുവചനങ്ങളില് നമ്മൾ കാണുന്നുണ്ട്, മോശ പേര് ചോദിക്കുന്നുണ്ട്. അങ്ങയുടെ പേര് എന്താണെന്നാണ് ഞാൻ അവരോട് പറയേണ്ടത്? ദൈവം പറയുന്നു, ഞാൻ തന്നെ, ഞാൻ ആകുന്നവൻ ആകുന്നു. ഇങ്ങനെയാണ് ദൈവം പറയുന്നത്, പേര് പറയണത്. ഇനിയിപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ആന്റണി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മഞ്ജു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എദന റോസ് എന്ന് പറയുമ്പോൾ, റോസ്മേരി എന്ന് പറയുമ്പോൾ, ആ പേരിനോട് ചേർത്ത് നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി സെറ്റപ്പ്, അപ്പനമ്മ, നിങ്ങൾ എത്രയിൽ പഠിക്കുന്നു, ഈ വക കാര്യങ്ങളൊക്കെയും ആ പേരിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു പേരിൽ ദൈവത്തെ ഒതുക്കി നിർത്താൻ പറ്റുമോ? പറ്റില്ല. ഒരു പേരിൽ, വെറും ഒരു പേര്. അതുകൊണ്ടല്ലേ ദൈവം നമ്മളോട് നമ്മൾ ഈ മോശ ചോദിക്കുന്നില്ല, എന്താ പേര്, എന്തെന്നാ ഞാൻ പേര് പറയണ്ടെന്ന് പറയുമ്പോൾ ദൈവം പോലും പറയുന്നത് ഞാൻ തന്നെ. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. ദൈവത്തിന്റെ ശക്തിയില്ല, കഴിവില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്. ഒരു പേരിൽ സർവശക്തനായ ദൈവത്തെ ഒതുക്കി നിർത്താൻ സാധിക്കില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നിങ്ങൾ ക്ലാസ് കഴിഞ്ഞു, നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരുന്നു. മാഷേ, നിങ്ങൾ ഉറക്കം വിളിക്കുക, മാഷേ എന്ന് വിളിച്ചു. നിങ്ങൾ വിളിച്ചിട്ട് അവിടെ ഇരിക്കും. നിങ്ങൾ വിളിക്കുന്നത് ഞാൻ കേൾക്കണില്ല, എനിക്ക് വരാനും പറ്റില്ല. അതേസമയം നിങ്ങൾ എന്റെ ഈശോയെ എന്നൊന്ന് വിളിച്ചു നോക്കിയാൽ, ഈശോ അപ്പോൾ ആ സമയത്ത് അവിടെ സന്നിഹിതനാണ്. ഈശോ അപ്പോൾ ആ സമയത്ത്, ആ നിമിഷം നിങ്ങളുടെ സമീപത്ത് സന്നിഹിതനാണ്. അതാണ് ദൈവനാമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ഒരു ധ്യാനഗുരു പറഞ്ഞത് എന്റെ ഓർമ്മയിൽ വരികയാണ്. ഒരു ചെറുപ്പക്കാരായിട്ടുള്ള ഭാര്യയും ഭർത്താവും ചെറുപ്പക്കാരാണ്. അപ്പൊ ഈ ഭർത്താവ് സകലവിധ ദുശ്ശീലങ്ങൾക്കും അടിമയാണ്. അപ്പൊ സകലവിധ ദുശ്ശീലങ്ങൾക്കും അടിമ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അയാള് തിന്മയുടെ സ്വാധീനത്തിലാണ്. ഒരു ദിവസം അയാൾ വന്നിട്ട് കശപിശ കൂടി, ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കി, പ്രശ്നമുണ്ടായി. അവസാനം ഈ പെൺകുട്ടിയെ ഇവൻ കഴുത്ത് പിടിച്ചിങ്ങനെ സ്ക്വീസ് ചെയ്യാണ്, ഞെക്കുവാണ്. കഴുത്ത് പിടിച്ചിങ്ങനെ ഞെക്കിക്കഴിഞ്ഞപ്പോൾ ഇവള് ശ്വാസം കിട്ടണില്ല, കണ്ണു തുറിച്ചിട്ട് ഇവള് ശ്വാസം കിട്ടണില്ല, എന്റെ ഈശോയെ എന്ന് പറഞ്ഞു. ഈശോ എന്നൊരു വാക്ക് ഇവിടെ നാവുന്നത് വീണ വഴിക്ക് അട്ടി കിട്ടിയ മാതിരിയിൽ അവൻ ഞെട്ടി പിന്നാക്കം മാറി.
എന്താണ് അവിടെ സംഭവിച്ചത്? ഈശോ എന്ന് വിളിച്ചപ്പോൾ അവളെ ഉപദ്രവിച്ചിരുന്ന ആ തിന്മയുടെ ശക്തി അവളെ വിട്ടു. അവൾ എഴുന്നേറ്റ് ഓടി, അവൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഇതാണ് ഈ ദൈവത്തിന്റെ നാമം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം ആണ്. പഴയ നിയമ ജനത ദൈവത്തെ അഭിസംബോധന ചെയ്തിരുന്ന പദം എന്താണ്? പൗള് പറഞ്ഞേ, പഴയ നിയമ ജനത ദൈവത്തെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പദം പൗള് യാഹ്വേ, യഹോവ. പക്ഷെ ദൈവത്തോടുള്ള ഭയം നിമിത്തം അവര് ആ പേര് പൂർണ്ണമായി ഉച്ചരിച്ചിരുന്നില്ല. യഹോവ എന്നുള്ള പേര് അവര് പൂർണ്ണമായി ഉച്ചരിച്ചിരുന്നില്ല. കാരണം എന്താണ്? ഇപ്പൊ ഞാൻ പറയാണ്, അഞ്ജു ഇവിടെ വാ, അഞ്ജു വന്നു എൻ്റെ അടുത്ത് വരും, തോബി ഒന്നും ഇങ്ങോട്ട് വന്നേൻ, ഈ അറ്റൻഡൻസ് രജിസ്റ്റർ അവിടെ ഓഫീസ് റൂമിൽ കൊണ്ടുപോയി വെച്ചേൻ. എനിക്ക് പറയാൻ പറ്റും, ഞാൻ തോബി ഇവിടെ വാ. അപ്പൊ ഞാൻ നിങ്ങളെ പേര് വിളിക്കുന്നത് എന്താണ്? നിങ്ങളുടെ മേലുള്ള എന്റെ അധികാരമാണ് അവിടെ സൂചിപ്പിക്കുന്നത്, അല്ലെ? ദൈവത്തിന്റെ പേര് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ മേലൊരു അധികാരം, അതുകൊണ്ടാണ് അവര് യഹോവ എന്നുള്ള പേര് അവര് ഉച്ചരിക്കാൻ ഭയപ്പെട്ടിരുന്നത്. ദൈവത്തിന്റെ മേൽ അധികാരം എടുക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ദൈവത്തിന്റെ മേൽ അധികാരം പ്രയോഗിക്കാൻ ആർക്കും സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് അവര് യഹോവ എന്നുള്ള പേര് അവര് ഭയത്തോടുകൂടി അവര് പൂർണ്ണമായും അവര് ഉച്ചരിച്ചിരുന്നില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം എന്താണ് പുതിയ നിയമത്തില്. ശിഷ്യന്മാര് ഈശോയോട് ചോദിക്കേണ്ടത്, ഗുരു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഈശോ അവരൊരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും മനോഹരമായ സുന്ദരമായ ഒരു പ്രാർത്ഥന അവിടുന്ന് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന ഏതാണ്? റോസ്മേരി. ഏതാണ് ആ പ്രാർത്ഥന? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ഈ പ്രാർത്ഥന ഏറ്റവും മനോഹരമായ പ്രാർത്ഥന. ഈശോ പിതാവിനെ ആബാ പിതാവേ എന്ന് വിളിക്കുന്നുണ്ട്. കുഞ്ഞുമക്കള് അപ്പനെ വിളിക്കുന്ന സ്നേഹത്തോട് കൂടിയിട്ട്. ഇപ്പൊ നമ്മൾ വീട്ടിൽ ചെന്നു, നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പന്റെ പേര് പോളനാണ്, പോളെ എനിക്ക് ഫീസ് വേണം, അല്ലെങ്കിൽ ഡേവി എനിക്ക് സ്കൂളിലേക്ക് പോകാൻ യൂണിഫോം ഇല്ല, അത് യൂണിഫോം വേണം, അല്ലെങ്കിൽ ജോണി എനിക്ക് എക്സ്കർഷന് പോകാൻ പൈസ വേണം. ഇങ്ങനെയാണോ നമ്മൾ ചോദിക്കുക? അല്ല, നമ്മൾ അപ്പ എന്നാണ് വിളിക്കുക. അതുപോലെ സ്വാതന്ത്ര്യത്തോടു കൂടി ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള അവകാശം ഈശോ നമുക്ക് തന്നു. ഇനി വീണ്ടും ഈശോ പറയുന്നുണ്ട്, എന്താണ്? യോഹന്നാൻ 16:23 പറയുന്നു, എന്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇതിന് വലിയ സർട്ടിഫിക്കറ്റ് നമുക്ക് എന്താ വേണ്ടേ? ഈശോ തന്നെ പറയാണ്, എന്റെ നാമത്തിൽ സർവശക്തനായ ദൈവത്തോട് നിങ്ങൾ ചോദിച്ചോ, എന്ത് ചോദിച്ചാലും അവിടെ നിങ്ങൾക്ക് തരും എന്ന് ഈശോ തന്നെയാണ് പറയുന്നത്. അപ്പൊ അത്രയും വിലപിടിപ്പുള്ള, വിശേഷപ്പെട്ട, ശക്തിയുള്ള, പൂജ്യമായ നാമമാണ് യേശുനാമം. യേശു എന്ന് പറഞ്ഞാൽ ആരാണ്? മനുഷ്യനായി അവതരിച്ച ദൈവം, ദൈവപുത്രൻ. ആ ഈശോയുടെ സ്വർഗം കൊടുത്ത പേരാണ് ഈശോ എന്നുള്ളത്. മനുഷ്യരാരിട്ട പേരല്ല, സ്വർഗമാണ്, പിതാവായ ദൈവമാണ് നിശ്ചയിച്ചത് യേശു എന്ന പേര്. ഇനി വീണ്ടും നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഈശോ പറയുന്നു, പിതാവേ, അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പൊ സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നുള്ള വചനം, പിതാവായ ദൈവത്തിന്റെ സാക്ഷ്യം അവിടെ ലഭിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ദൈവം പഠിപ്പിച്ച പ്രാർത്ഥന, ആ സ്വർഗസ്വനായ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണം. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന, സ്വർഗസ്വനായ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണം. എന്താണ് ഈശോ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ദൈവത്തിന്റെ നാമം പൂജിതമായിട്ട് ബഹുമാനത്തോടുകൂടി, ആദരവോടുകൂടി മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് ഈശോ അതുകൊണ്ട് അർത്ഥമാക്കിയത്. ദൈവത്തിന്റെ നാമം അലക്ഷ്യമായിട്ട് ഉപയോഗിക്കാനുള്ളതല്ല, വിശുദ്ധിയോടുകൂടി ഉപയോഗിക്കാനുള്ളതാണ്. പത്രോസ്ലിയും യോഹന്നാസ്ലിയും ഒരിക്കൽ നമ്മുടെ ജെറൂസലേം ദേവാലയത്തിൽ പോകുമ്പോൾ സുന്ദര കവാടത്തിൽ ഒരു മനുഷ്യൻ, മുടന്തനായ ഒരു മനുഷ്യൻ ഭിക്ഷയാചിക്കുന്നുണ്ടായിരുന്നു. പത്രോസ്ലിയ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, അപ്പസ്തോല പ്രവർത്തനം 3:6 പറയുന്നുണ്ട്, നസ്രാനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ധൈര്യപൂർവ്വം കൽപ്പിക്കുകയാണ് ചെയ്യണത്. യേശു നാമത്തിൽ അധികാരത്തോടുകൂടി എഴുന്നേറ്റ് നടക്കുക. ആ മനുഷ്യൻ എഴുന്നേറ്റ് നടക്കുകയാണ്. അപ്പോ യേശുനാമത്തിന്റെ ശക്തി അത്രയും വലുതാണ്. വീണ്ടും തുടർന്ന് പത്രോസ്ലിയ പറയുന്നുണ്ട്, അപ്പസ്തോല പ്രവർത്തനം 4:12 പത്രോസ്ലിയ പറയുന്നുണ്ട്, ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. നമ്മളൊരു പാട്ട് കേട്ടിട്ടുണ്ടല്ലോ, യേശുവെന്ന നാമം ഇമ്പമേഴും നാമം,
അൻപേഴുന്ന നാമം, തേൻ പൊഴിയും നാമം. യേശുവിന്റെ നാമം ദൈവത്തിന്റെ നാമം എന്നാണ്. ദൈവനാമം പോലെ സമ്പൂജ്യമായ രക്ഷ നൽകുന്ന നാമമാണ്. ഈ പത്രോസ്ലിയ പറഞ്ഞ രക്ഷയ്ക്കായി മറ്റൊരു നാമം നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് രക്ഷ? നിത്യജീവൻ. പാപത്തിന്റെ അടിമകളായ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ മനുഷ്യനായി അവതരിച്ച് പീഡാസനം കുരിശുമരണം വഴി പാപത്തിന്റെ അടിമത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു. ആ രക്ഷ നമുക്ക് കിട്ടുന്നത് യേശു വഴിയാണ്. ആ രക്ഷയാണ് പത്രോസ്ലിയ ഉദ്ദേശിക്കുന്നത്. മാനവരക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഇനി നിങ്ങൾക്ക് ഇപ്പം എന്നെ കാണുമ്പോൾ എന്താ പക്ഷെ സുഖമാണോ സന്തോഷമാണോ ചോദിക്കാം, എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരാം, അങ്ങനെ എന്നോടുള്ള സ്നേഹം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാം. പക്ഷേ ദൈവത്തോട് എങ്ങനെയാണ് നിങ്ങൾ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുക? നിങ്ങൾക്ക് ദൈവം അരൂപിയാണ്. എനിക്ക് രൂപമുണ്ട്. ദൈവം അരൂപിയാണ്. അരൂപിയായ ദൈവത്തെ നമുക്ക് എങ്ങനെ മഹത്വപ്പെടുത്താൻ പറ്റും? നമ്മുടെ സ്നേഹബഹുമാനങ്ങൾ, ആദരവുകൾ, ആരാധന അർപ്പിക്കാൻ പറ്റും ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്. ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് നമുക്കത് സാധിക്കുക. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന എന്ന് പറഞ്ഞ് നമ്മൾ സ്തുതിക്കുമ്പോൾ ദൈവനാമത്തെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ കണ്ട കാര്യം എന്താണ്? ദൈവത്തിന്റെ നാമം, ഒരു പ്രത്യേക നാമത്തില് ദൈവത്തെ ഉൾക്കൊള്ളിക്കാൻ നമുക്ക് പറ്റില്ല. നമുക്കെന്നല്ല ആർക്കും സാധിക്കില്ല. 2, ദൈവനാമം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വ്യക്തിയുടെ പേര് അറിയുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ അറിയുക എന്നാണ്. പിന്നെ ഒരു വ്യക്തിയുടെ പേര് വിളിക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ മേലുള്ള അധികാരത്തെ സൂചിപ്പിക്കുന്നു. ദൈവത്തിന്റെ മേൽ നമുക്ക് യാതൊരുവിധ അധികാരവും ഇല്ല. ദൈവത്തെ സ്നേഹത്തോടുകൂടെ പിതാവേ എന്ന് വിളിക്കാൻ ഈശോ നമ്മെ പഠിപ്പിച്ചു. ദൈവനാമം പോലെ തന്നെ സമ്പൂജ്യമായ രക്ഷാദായകമായ നാമമാണ് യേശു എന്ന നാമം. പിന്നെ നമ്മൾ അവസാനമായി കണ്ടത് ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് ചെയ്യാവുന്നത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിന്റെ നാമം വെറുതെ ഉപയോഗിക്കാൻ പാടില്ല, അലക്ഷ്യമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല, ആദരവില്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. പകരം ഭയഭക്തി ബഹുമാനാദരവുകളോടെ വേണം ദൈവനാമം ഉച്ചരിക്കാനായിട്ട്. നിങ്ങൾക്കൊരു കുഞ്ഞ് ഹോംവർക്ക് ഞാൻ തരാം. അതിതാണ് ഇന്നത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട വചനങ്ങൾ. പുറപ്പാട് 3:6, യോഹന്നാൻ 16:23, അപ്പസ്തോലന്മാരുടെ നടപടി 3:6, അപ്പസ്തോലന്മാരുടെ നടപടി 4:12. ഈ വചനങ്ങൾ, ഇത് മാത്രം മതി. ഈ വചനങ്ങൾ ഒരു A4 ഷീറ്റ് എടുത്ത് ഭംഗിയായിട്ട് കളർ ചെയ്ത് നിങ്ങൾ എഴുതി. അത് ഇംഗ്ലീഷിലാവാം, മലയാളത്തിലാവാം. 4 വേണമെന്നില്ല. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. എല്ലാം എഴുതിയാലും നല്ലത്. എഴുതിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ടീച്ചർക്ക് കൊടുക്കുക കേട്ടോ. പിന്നെ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതിന്റെ തുടർച്ച അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണും. അതുവരേക്കും നന്ദി, നമസ്കാരം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.